ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോഡ്. മക്കളെ, ചെറിയൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. കാര്യം ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ഡേറ്റ്, സെക്കൻഡ് ടേം എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇന്നലെ വന്നു കഴിഞ്ഞു അല്ലേ. ഡിസംബർ 9 സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം ഡിസംബർ 19 വരെയാണുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരുപാട് ചാപ്റ്റേഴ്സ് സാർ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ ചെറിയ ഒരു കാലയളവിനുള്ളിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് മക്കളെ മനസ്സിലുള്ളത്, എനിക്കറിയാം. അതേപോലെ തന്നെ എന്താ പറയുക, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഓരോ ചാപ്റ്ററിൻ്റെയും ഏത് ഭാഗത്ത് നിന്നാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുള്ളത്. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. മക്കളെ, ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, ഒരു ടെൻഷനും നിങ്ങൾക്ക് ആവശ്യമില്ല, ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ആവശ്യമില്ല. കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോവാണ്. മക്കളെ, ഈ വീഡിയോ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഈ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് പ്ലാനിങ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഷെഡ്യൂൾ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് നിങ്ങൾ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അങ്ങനെ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന് നിങ്ങളത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഫുൾ കോൺഫിഡൻസിലായിരിക്കും നിങ്ങൾ എക്സാം ഹാളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. കൂളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക. നമുക്ക് തുടങ്ങിയാലോടാ. യെസ്, സെക്കൻഡ് ടേം എക്സാമിനേഷന് കെമിസ്ട്രിയിൽ മക്കളെ 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ടോട്ടൽ 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ലാസ്റ്റുള്ള ഓർഗാനിക്കിൻ്റെ 2 ചാപ്റ്റർ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും നമ്മുടെ ക്രിസ്മസ് എക്സാമിനുണ്ട്. അതിൽ സം ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റം ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്, അതേപോലെ തെർമോഡൈനാമിക്സ് ഉണ്ട്, ഇക്വിലിബ്രിയം ഉണ്ട്, റെഡോക്സ് റിയാക്ഷൻ ഉണ്ട്. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്കിങ്ങനെ ഫിക്സ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, കഴിഞ്ഞ 5 വർഷം ക്രിസ്മസ് എക്സാമിന് ഓരോ ചാപ്റ്ററുകളിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ നോക്കുന്ന സമയത്ത് മക്കളെ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു 6 മാർക്ക് മുതൽ ഒരു 10 അല്ലെങ്കിൽ 11 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൊരു ഡാറ്റയാണ്. അപ്പോൾ ഇതിൽ ഒരു 9 മാർക്കേ ചോദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 11 മാർക്കേ ചോദിക്കുകയുള്ളൂ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു 6 മാർക്ക് മുതൽ ഒരു 10-11 മാർക്ക് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാമെന്ന് നമുക്കിതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതേപോലെ തന്നെ അറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കളെ ഒരു 10 മുതൽ 13 വരെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവാൻ പോകുന്നത്. 2022 നിങ്ങൾ അത്ര സീരിയസ് ആയി നോക്കണ്ട, കാരണം വലിയ വേരിയേഷനുള്ള മാർക്കാണ് ആ വർഷം വന്നിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ളത് നോക്കുന്ന സമയത്ത് ഒരു 10 മുതൽ 13 വരെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. അതേപോലെ തന്നെ മക്കളെ, ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 5 മുതൽ 10 വരെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ മക്കളെ, കെമിക്കൽ ബോണ്ടിങ് നല്ല വെയിറ്റേജ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. 10 മുതൽ 15 വരെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ എക്സ്പെക്ട് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ തെർമോഡൈനാമിക്സിലേക്ക് എത്തുമ്പോൾ മക്കളെ, ഒരു 8 മുതൽ 12 വരെ ഉള്ള മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 8 മുതൽ 12 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മക്കളെ. ഇക്വിലിബ്രിയം നല്ലൊരു ചാപ്റ്ററാണ്. നോർമലി ഒരു 10 മുതൽ 14 വരെ മാർക്ക് ഈ ചാപ്റ്ററിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഇനി ഫൈനലി റെഡോക്സ് റിയാക്ഷൻ വലിയ ചാപ്റ്റർ അല്ല, ചെറിയ ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ഒരു 5 to 6 മാർക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? ഇതാണ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. സർ, ഈ വെയിറ്റേജ് ഒക്കെ കണ്ടിട്ട് എന്താ കാര്യം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞ് നിർത്തുന്നില്ലടാ,
ഓരോ ചാപ്റ്ററിലും പ്രധാനമായും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ കൂടെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ മക്കൾ, ഇതെല്ലാം കൂടെ കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നൽകുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെ ലൈവുമായിട്ട് ഞാൻ വരികയല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നത്? നോക്കടാ, സം ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായി പഠിച്ച ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. അവിടെ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എലമെന്റ്, കോമ്പൗണ്ട്, പ്യുർ ഹോമോജീനിയസ് മിക്സർ, ഹെട്രോജീനിയസ് മിക്സർ ഒക്കെ ഓർമ്മയില്ലേ? ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് മക്കളെ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പഠിച്ചു പോകണം. പിന്നെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഉണ്ട്, ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം ഉണ്ട്, അവോഗാഡ്രോസ്. 5 അറിയണം. ഏത് സയൻറ്റിസ്റ്റാ പ്രപ്പോസ് ചെയ്തതെന്ന് അറിയണം, ഒരു എക്സാമ്പിൾ അറിയണം, നന്നായി പഠിക്കണം. പിന്നെ മക്കളെ, മോൾ കോൺസെപ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. പെർസെൻറ്റേജ് കമ്പോസിഷൻ അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ അല്ല, പക്ഷെ എന്നാലും നമ്മൾ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യും. പിന്നെ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല വെരി വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്, പഠിക്കാതെ പോവരുത്. പിന്നെ ലിമിറ്റിംഗ് റിയേജന്റ് ചോദിക്കാറുണ്ട്, കോൺസെൻട്രേഷൻ ടേമും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. എസ്പെഷ്യലി മൊളാലിറ്റിയും നന്നായി നമ്മൾ പഠിക്കേണ്ടതാണ്. സർ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു പോവാണോ? അല്ലടാ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഈ ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാം സെറ്റാണ്. അതിൻ്റെ മുന്നേ ഒരു ഓവറോൾ ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് പോകുമ്പോഴോ, കാനൽ റേസ്, കാഥോഡ് റേസ്, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് അറിയണം. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ അറിയണം. പിന്നെ ബേസിക് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്താ, ഫ്രീക്വൻസി എന്താ, വേവ് നമ്പർ എന്താ, ആംപ്ലിറ്റ്യൂഡ് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം അറിഞ്ഞിരിക്കേണ്ടതാണ്. ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ മെറിറ്റും ഡിമെറിറ്റും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡി ബ്രോഗ്ലി ഇക്വേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ഫൈനലി ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവണം. പിന്നെ ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പിന്നെ ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് ഓർബിറ്റലിന് എന്തുകൊണ്ടാണ് ഹൈ സ്റ്റെബിലിറ്റി ഉള്ളത് എന്നുകൂടെ മക്കൾ പഠിച്ചാൽ സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ആയി എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മറന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ആദ്യം മുതൽ നിങ്ങളെ പഠിപ്പിക്കും. ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കും. ലൈവായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി നോക്ക്, ക്ലാസിഫിക്കേഷനിൽ എന്താ? മെൻഡലേവിൻ്റെ പീരിയോഡിക് ടേബിള്, മോഡേൺ പീരിയോഡിക് ടേബിള്, പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, അനോമലസ് ബിഹേവിയറും ഡയഗണൽ റിലേഷൻഷിപ്പും, പിന്നെ കെമിക്കൽ ഫോർമുല എഴുതാനും. 2 ആളുകൾ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുലയൊക്കെ എഴുതാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു കോമ്പൗണ്ട് ഒന്ന് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാ. ഇതുവരെ പഠിക്കാത്ത ആളുകളാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതെങ്കിൽ, സോർ ഒരുപാടുണ്ടല്ലോ, ഇതെല്ലാം കൂടെ പഠിക്കേണ്ടതൊക്കെ തോന്നിയേക്കാം. പക്ഷെ പ്രശ്നമില്ലടാ, നിങ്ങൾക്ക് ഓരോ ദിവസവും ഏത് ചാപ്റ്ററിൻ്റെ ലൈവാണുള്ളതെന്ന് നമ്മൾ പറയും. ആ ദിവസം കറക്റ്റ് നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്താൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല, ഒരു സീനും ഇല്ല. നമുക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഒക്ടറ്റ് റൂളും അതിൻ്റെ ലിമിറ്റേഷനും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഫെജാൻസ് റൂൾ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ബോണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലേ? ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അയോണിക് ബോണ്ട് എന്താണ്, അയോണിക് ബോണ്ട് ഫോർമേഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഡൈപോൾ മൊമെന്റ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. VSEPR തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈബ്രിഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റും സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും ഹൈഡ്രജൻ ബോണ്ടും വാലൻസ് ബോണ്ട് തിയറിയും എന്താ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണ്. ഒരുപാട് കോൺസെപ്റ്റുകൾ, കെമിസ്ട്രിയിൽ തന്നെയുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ്. പക്ഷേ പ്രശ്നമില്ല, എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, ഒരു ഓവറോൾ ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ തെർമോഡൈനാമിക്സ്, ചിലർക്ക് തെർമോഡൈനാമിക്സ് കേൾക്കുമ്പോൾ തന്നെ സർ ടഫ് അല്ലേ?
ഒരു ടഫും ഇല്ലടാ, സിമ്പിളായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. പക്ഷേ കറക്റ്റ് നിങ്ങൾ വരണം കേട്ടോ ക്ലാസ്സിന്. എന്തൊക്കെ ഇവിടെ ഉള്ളത്? എക്സ്റ്റെൻസീവും ഇൻറ്റൻസീവും ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റും പാത്തും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻറ്റേർണൽ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതിൻ്റെ ഇക്വേഷനും അത് വെച്ചുള്ള പ്രോബ്ലവും ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ എൻതാൽപ്പി, അതേപോലെ തന്നെ സ്പോണ്ടേനിറ്റി, അതേപോലെ തന്നെ എൻട്രോപ്പി, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഗിബ്സ് ഫ്രീ എനർജി, ബോൺ ഹേബർ സൈക്കിള്, ഹെസ്സസ് ലോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊക്കെ പഠിക്കാതെ എക്സാമിന് പോവരുത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ഇനി ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോഴോ മക്കളെ, ഹൊമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ഉണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ KCയും KPയും അത് തമ്മിലുള്ള റിലേഷനും നമുക്കറിയാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം. ഇക്വിലിബ്രിയത്തെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലെഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആസിഡ് ബേസ് കോൺസെപ്റ്റുകൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അറീനിയസും ബ്രോൺസ്റ്റഡ് ലൗറിയും ലൂയിസ് കോൺസെപ്റ്റും നമ്മൾ പഠിച്ചതാണ്. കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ അറിയാം, കോമൺ അയൺ എഫക്റ്റും ബഫർ സൊല്യൂഷനും അറിയാം, സോലുബിലിറ്റി പ്രൊഡക്റ്റ് അറിയാം. അറിയില്ലെങ്കിൽ സർ ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞ് പോവാണല്ലോ സാർ, ഇതൊന്നും എനിക്കറിയില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവരുത്, ഒരു കാരണവശാലും ടെൻഷൻ ആവരുത്, പഠിപ്പിച്ചു തരും നിങ്ങൾക്ക്. ഓക്കെ, കോൺഫിഡൻ്റ് ആയി നിൽക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതാ. ഒരു കോൺഫിഡൻറ്റ് മൈൻഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇനിയുള്ള ദിവസം ഞാൻ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ഇല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റാ. കോൺഫിഡൻസ് മാത്രം പോരാ, ഇനിയുള്ള ദിവസം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം സമയം പഠനത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം, എങ്കിൽ ഓക്കെ ആണ്. അടുത്ത് നോക്ക്, റെഡോക്സ് റിയാക്ഷൻ. 3 കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, ഓക്സിഡേഷനും റിഡക്ഷനും പറയാൻ. ക്ലാസിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക് ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അതേപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും നമുക്കറിയാം. സ്റ്റോക്ക് നൊട്ടേഷൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 4 ടൈപ്പ് റെഡോക്സ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റാ. പിന്നെ ബാലൻസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഉണ്ട്. ഇതാണ് റെഡോക്സിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. മക്കളെ, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഓണം എക്സാമിന് കുറേ പഠിച്ചവരുണ്ടാവും, അതിനുശേഷം ചിലപ്പോൾ ഒന്ന് കളിച്ച് നടന്നവരുണ്ടാവും, അല്ലെങ്കിൽ അതിനുശേഷവും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പഠിച്ചവരുണ്ടാവും. ഇനി ഒന്നും പഠിക്കാത്തവരാണെങ്കിലും നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള മിനിറ്റുകൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. മക്കളെ, നമ്മൾ ഫുൾ മാർക്കിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയൊരു ഡ്രീം അല്ല. നല്ല മാർക്ക് വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾക്കല്ലേ അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ആരാ അച്ചീവ് ചെയ്യുന്നത്? അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ അച്ചീവ് ചെയ്യുന്നത്. മക്കളെ, കുറച്ച് ദിവസമല്ലേ നിങ്ങളോട് പറയുന്നുള്ളൂ. നമ്മൾ എന്താ പറയുക, ഓൾമോസ്റ്റ് ഡിസംബർ 1 ആവാനായി. പിന്നെ ഒരു 8 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു 10 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ആ 10 ദിവസം നിങ്ങൾ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാവണ്ടേ? കാരണം ഒന്നും സാക്രിഫൈസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവർ, ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ ആരും ഒന്നും നേടിയിട്ടില്ലല്ലോടാ. അപ്പം മക്കളെ, ഒരു 10 ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ 10 ദിവസം നമ്മൾ പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു സംശയവും വേണ്ട, ക്രിസ്മസ് എക്സാമിന് നമുക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. ഇനി ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് ഇതിൽ 1-2 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, പ്രശ്നമില്ലടാ, തല പോകുന്ന കേസൊന്നും അല്ലല്ലോ. പബ്ലിക് ആകുമ്പോഴത്തേക്ക് അതും കൂടെ നമ്മൾ പഠിച്ചെടുക്കും. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട്, അടിപൊളിയായിട്ട്, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നമ്മുടെ കൂടെ നിൽക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.